ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ACCA പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. സോ ഈ വീഡിയോയിൽ ഈ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിന്റെ കോൺസെപ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ത് ചെയ്യും നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ടാർഗറ്റ് കോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് എങ്ങനെ എവിടേക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് വളരെ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ചില പ്രൊഡക്റ്റിനുള്ള പ്രൈസ് ഓൾറെഡി ഫിക്സ്ഡ് ആവും. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റിനുള്ള മാക്സിമം പ്രൈസ് അല്ലെങ്കിൽ മാക്സിമം കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്ര പ്രൈസേ തരൂ എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആവും അത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റ് റേറ്റ് 20 റുപ്പീസ് അല്ലെങ്കിൽ മാക്സിമം 25 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ നോർമലി പ്രൈസ് ചാർജ് ചെയ്യുന്ന പോലെ, അതായത് ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ മൊത്തം മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, ആദ്യം ആ കോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ ഒരു 5 റുപ്പീസ് പ്രോഫിറ്റ് വേണമെന്ന് കരുതുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഈ സെല്ലിംഗ് പ്രൈസിൽ ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകണം എന്നില്ല, കാരണം ഇതിനേക്കാൾ കുറവായിട്ടുള്ള പ്രൈസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ നമ്മൾ ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, ഒരു 20 റുപ്പീസിന് മാനുഫാക്ചർ ചെയ്തു. നമുക്ക് ടോട്ടൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 20 റുപ്പീസ് കിട്ടി, അല്ലെങ്കിൽ 20 റുപ്പീസ് എക്സ്പെൻസ് വന്നു. ഇതിൻ്റെ മുകളിൽ നമുക്ക് 25% എന്ത് വേണം, പ്രോഫിറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 റുപ്പീസ് കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 5 റുപ്പീസും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 25 റുപ്പീസായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായി, 25 റുപ്പീസാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ചിലപ്പോൾ എന്താവണമെന്നില്ല, ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക, അവിടെയാണ് നമുക്ക് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യം മാർക്കറ്റിൽ ഇത് കസ്റ്റമേഴ്സ് ബൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ പേ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എത്രയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കേസിൽ 20 റുപ്പീസ്, ഈ ഒരു ബോട്ടിലിന് 20 റുപ്പീസ് വരെ ആൾക്കാർ എന്ത് ചെയ്യും, മാക്സിമം പേ ചെയ്യും. അപ്പോൾ 20 റുപ്പീസ് എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റായ 5 റുപ്പീസ് കുറക്കുക. 5 റുപ്പീസ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന 15 റുപ്പീസ് ഉണ്ടാവും. ഈ 15 റുപ്പീസ് ആവണം നമുക്ക് എന്ത്, ഈ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാനോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈമെൻറ്റ്, നമുക്ക് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഇറക്കുന്ന മാക്സിമം എമൗണ്ട് എത്രയാവാൻ പറ്റൂ, 15 റുപ്പീസ്. ഈ 15 റുപ്പീസേ ആവാൻ പറ്റൂ. ഇതാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് 15 റുപ്പീസിനേക്കാൾ കൂടുതൽ ഇതിന് കോസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കേസ് പോലെ 20 റുപ്പീസ് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5 റുപ്പീസ് അതിന് പറയുന്ന പേരാണ് കോസ്റ്റ് ഗ്യാപ്പ്. അപ്പോൾ ഈ 5 റുപ്പീസ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം, ഇതെങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് ടെക്നിക്സ് ആണ് എന്ത്, അനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അൺനെസസറി മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഡിസൈനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ഡിസൈൻ ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ഡിസൈൻസ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കോസ്റ്റ് കുറക്കാൻ പറ്റും. അതേപോലെ പ്ലാസ്റ്റിക്സിൻ്റെ യൂസ് കുറക്കാം. അതായത് എവിടെയൊക്കെ ഡിസൈനിൽ നിന്ന് നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ കുറക്കാം. ഓൾട്ടർനേറ്റ് ചീപ്പർ മെറ്റീരിയൽ നോക്കാം. അതായത് ചീപ്പർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഷുഡ് നോട്ട് ബി കംപ്രൈസ്ഡ്, ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെ മെറ്റീരിയൽസ് ഒന്നുകൂടി ചീപ്പറായിട്ട് കിട്ടുമോ നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കോസ്റ്റ് കുറച്ചിട്ട് ഇനി ലേബേഴ്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലേബേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഒന്നുകൂടി എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റും. ഓക്കെ, ഒരു ലോ സ്കിൽഡ് ലേബർ, ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി സ്കില്ല് കുറവുള്ള ലേബേഴ്സിന് നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലേബർ വഴി നമുക്ക് പേയ്മെൻറ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ 5 റുപ്പീസ് കോസ്റ്റ് ഗ്യാപ്പ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഹവറിന് ലേബറിന് നമുക്ക് മാക്സിമം എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും, അതായത് ലേബർ 1 മണിക്കൂർ പണിയെടുത്താൽ അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന റേറ്റ് നമുക്ക് എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ പ്രഡിക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് ഹാസ് ബീൻ സെറ്റ് അറ്റ് $56 പെർ യൂണിറ്റ്. അതായത് ഇവിടുത്തെ ടാർഗറ്റഡ് സെല്ലിംഗ് പ്രൈസ് എത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്, $56 പെർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഡിസൈഡ് മാർക്കപ്പ് ഓൺ കോസ്റ്റ് ഈസ് 25%. നമുക്ക് വേണ്ട പ്രോഫിറ്റ് എത്രയാണ്, 25% ആണ്. അതായത് മാർക്കപ്പ് ആണ്. മാർക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, കോസ്റ്റ് ഓൾവേസ് 100% ആവും, സെല്ലിംഗ് പ്രൈസ് എത്ര പെർസെൻറ്റേജ് ആവും, ഇവിടെ 25% ആണെങ്കിൽ 125% ആവും സെല്ലിംഗ് പ്രൈസ്. അതായത് അപ്പോൾ പ്രോഫിറ്റ് എത്ര നമുക്ക് ആവശ്യമുണ്ട്, ഈ 125% എന്ന് പറയുന്നത് എത്ര ഡോളേഴ്സാണ്, $56. ഇത് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ $56 25% എക്സ്ട്രാക്ട് ചെയ്യാണ്, ഡിവൈഡഡ് ബൈ 125 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റ് കിട്ടും. 56 × 25 ഡിവൈഡഡ് ബൈ 125 $11.2 കിട്ടും. ഓക്കെ, ഇപ്പോൾ $11.2 ആണ് പ്രോഫിറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി.
ഇനി ഈ പ്രോഫിറ്റ് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എത്ര വരേണ്ടതെന്ന് കിട്ടും. ഇപ്പോൾ 56 11.2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് $44.8 എന്താണ് നമുക്ക് മാക്സിമം വരാൻ പറ്റുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇത്ര കോസ്റ്റ് വന്നാലേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് 56 സെല് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ 44.8 മെറ്റീരിയൽ കോസ്റ്റ് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് $16 ആണ്. ബട്ട് ബിഫോർ അലോയിങ് ഫോർ അഡീഷണൽ മെറ്റീരിയൽസ് ടു അലോ ഫോർ ഷ്രിങ്കേജ് ഓഫ് 20%. അതായത് നമ്മൾ മെറ്റീരിയൽസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20% വേസ്റ്റ് ആയിട്ട് ബാക്കി 80% എന്തായിട്ട് വരും, ഔട്ട്പുട്ടായിട്ട് വരും. മനസ്സിലായോ? അതായത് ഒരു 10 kilograms നമ്മൾ ഇൻപുട്ട് ചെയ്താൽ മെഷീനിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് 8 kilograms വരും. ബാക്കി 20% എവിടെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 kilograms ഔട്ട്പുട്ടായിട്ട് കിട്ടണമെങ്കിൽ എത്ര കിലോഗ്രാം നമ്മൾ ഇൻപുട്ട് ചെയ്യണം? അപ്പോഴും 20% വേസ്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. പക്ഷെ എന്നാലും 10 kilograms നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എത്ര ഇൻപുട്ട് ചെയ്യണം അത് നോക്കാൻ 10 kilogram ഡിവൈഡഡ് ബൈ 80 into 100 ചെയ്താൽ മതി. അപ്പോൾ 12.5 kilograms കിട്ടും. 12.5 kilograms നമ്മൾ ഇൻപുട്ട് ചെയ്താൽ 20% വേസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 10 kilograms കിട്ടും ഔട്ട്പുട്ടായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? 10 kilograms. അപ്പോൾ ഈ 10 kilograms ഇൻപുട്ട് ചെയ്യാൻ വരുന്ന കോസ്റ്റാണ് $16. മനസ്സിലായോ? ഈ $16 വെറും 10 kilogramനാണെങ്കിൽ 12.5 kilogramsന് എത്ര വരും? 16 ഡിവൈഡഡ് ബൈ 80% ഇൻറ്റു 100 ചെയ്ത് എത്ര കിട്ടും? 80 into 100 ചെയ്താൽ $20 കിട്ടും. അപ്പോൾ 12.5 kilograms നമ്മൾ എത്ര ഡോളർ കൊടുക്കണം? 20 kilograms കൊടുക്കണം. $20 കൊടുക്കണം. എന്നാലുള്ള എന്ത് ചെയ്യുക, ഈ 12.5 kilogram 20% വേസ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് 10 kilograms ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്? 20 kilograms ആണ്. കിലോഗ്രാംസ് ആണ്, ഡോളറാണ്, കിലോഗ്രാംസ് അല്ല. $20 ആണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് $20 ആണ് വരിക. അപ്പോൾ നമുക്കിനി ബാലൻസ് എത്ര ഉണ്ട്? 44.8 $20 മെറ്റീരിയൽ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി $24.8 ഉണ്ട്. ഓക്കെ, ഈ $24.8 നമുക്ക് എന്ത് വരാൻ പറ്റൂ? ലേബർ കോസ്റ്റ് വരാൻ പറ്റൂ. കാരണം മെറ്റീരിയൽ കഴിഞ്ഞാൽ ഇനി എന്തോ ഉള്ളൂ, ലേബർ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇഫ് ദ ലേബർ ഈസ് ദി ഓൺലി അതർ കോസ്റ്റ് ആൻഡ് 2 hours ആർ നീഡഡ്, അതായത് വാട്ട് ഈസ് ദ മോസ്റ്റ് ദ ബിസിനസ് ക്യാൻ പേ പെർ ഹവർ. അതായത് ലേബർ ഈസ് ദി ഓൺലി കോസ്റ്റ്. മെറ്റീരിയൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന കോസ്റ്റ് ലേബർ കോസ്റ്റ് മാത്രമാണെങ്കിൽ, അതും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 ലേബർ ഹവേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ 1 hour നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും? അപ്പോൾ നമുക്കിവിടെ കിട്ടി ടോട്ടൽ ലേബർ ഹവർ നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റൂ? $24.8 കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് 2 മണിക്കൂറിനുള്ളതാണെങ്കിൽ, 2 hours ഒരു മണിക്കൂറിന് എത്ര ലേബർ കോസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂ? 24.8 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എത്ര കിട്ടും? $12.4. അപ്പോൾ മാക്സിമം ലേബറിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട്, അതായത് 1 hourന് എത്രയാണ്? $12.4 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റ് കോസ്റ്റിംഗ് വെച്ചിട്ട് മാക്സിമം എത്രയാണ് 1 hourന് കൊടുക്കുക, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽസ്, എത്ര kilograms ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുക, ഇതിന് വരാൻ പറ്റുന്ന മാക്സിമം കോസ്റ്റ് എത്രയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കോസ്റ്റ്, നമ്മൾ ടാർഗറ്റ് ചെയ്ത കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഒരു കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാനുള്ള പല മെഷർമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മെറ്റീരിയൽസ്, ചീപ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ലോ ലെവൽ എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ട്, ലോ സ്കിൽഡ് ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് ലേബർ കോസ്റ്റ് കുറച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ്. ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ആദ്യം സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, മാർക്കറ്റിൽ എത്രയാണോ ഇതിന് പ്രൈസ് കിട്ടുക അത് നമ്മൾ ഫിക്സ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് കുറക്കും. അതിനുശേഷം വരുന്ന കോസ്റ്റ്, ഈ കോസ്റ്റും നമ്മൾ ആക്ച്വൽ കോസ്റ്റും തമ്മിൽ നോക്കും. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതാവും കോസ്റ്റ് ഗ്യാപ്പ്. അപ്പോൾ ഈ കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെ യൂസ് ചെയ്യാം. ബട്ട് പ്രൊഡക്ഷനിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടാൻ പറ്റില്ല, അതേപോലെ പ്രോഫിറ്റ് കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന് മെഷർമെൻറ്റ്സ് എടുക്കാൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു.